ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും ബന്ധം വേർപെടുത്തണോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിക്കട്ടെ. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭം അലസിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കുന്നത് 10 വർഷം അകത്ത് കിടക്കേണ്ട കുറ്റമാണ്. വകുപ്പ് 90. വിഷ്ണുവേട്ടാ, ഞാൻ പറഞ്ഞതൊക്കെ വിഷ്ണുവേട്ടന്റെ മനസ്സിലിരുന്നാ മതി. ഇപ്പൊ ഇവിടെ ആരോടും പറയണ്ട. പക്ഷേ ഞാൻ പറഞ്ഞതൊക്കെ ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാ. രോഗത്തിന് പുറത്തേക്ക് പോകാൻ ഒരു ചാൻസ് വന്നിട്ടുണ്ട്. അത് ശരിയായ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് പോവും. പിന്നെ പോകുമ്പോ ഞങ്ങള് പപ്പി മോളെയും കൊണ്ടുപോകും. മുഖം ചീത്തയായതിന് കണ്ണാടി തല്ലി പൊട്ടിച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങേര് വന്നിരുന്നടാ, എന്നെ നിന്നെ അമ്മാവനെയും കോടതി കയറ്റുമെന്ന് ഭീഷണി മുഴക്കി. ആ പരിപ്പ് ഇവിടെ വേവില്ലാന്ന് ഞാൻ കർശനമായി പറയുകയും ചെയ്തു. വെല്ലുവിളിച്ചാ പോയിരിക്കുന്നെ. കളക്ടറാ? കളക്ടറെ പറഞ്ഞു വിട്ടിരിക്കുന്നു. കളക്ടർ മാഡം ഇനി എന്താണാവോ പറയാൻ പോകുന്നത്? എന്തായാലും നീ ഒരു പെണ്ണ് കെട്ടിപ്പോയതിന്റെ പേരില് എനിക്കും എന്റെ ആങ്ങളയ്ക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോടാ മോനെ. ഞങ്ങൾ ഈ കാണുന്ന വീട് സ്ഥലമൊക്കെ വിറ്റിട്ട് ഇനിയിപ്പൊ ജീവിക്കാനായി മറ്റെവിടേക്കെങ്കിലും പോണ്ടി വരുമോ? രാജീവ് സാറേ, ഇത് ശാലിനിയാ, കളക്ടർ ശാലിനി വിഷ്ണു. ഇപ്പൊ വരെ നിങ്ങളെ ഞാൻ രാജീവ് സാറേ എന്നാ വിളിച്ചത്. പക്ഷേ ഇപ്പൊ അമ്മയുടെയും അമ്മാവന്റെയും ഒപ്പം ചേർന്ന് ഒരു പെണ്ണിനെ ഏറ്റവും തരം താണ രീതിയിൽ ദ്രോഹിക്കാനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ആ പേരിനി നിങ്ങളെ വിളിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കെട്ടിയ പെണ്ണിനെ ഒരു കാര്യമില്ലാതെ വല്ലവരുടെയൊക്കെ വാക്കും കേട്ട് നിർദാക്ഷിണ്യം തള്ളിക്കളയാനൊന്നും ഒരു കോടതിയും സമ്മതിക്കില്ല. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമുള്ള നിയമങ്ങളുണ്ട്, നിയമസംഹിതകളുണ്ട്. തോന്നുമ്പോ വലിച്ചെറിയാനും തള്ളിപ്പറയാനും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി പറയാനും നിങ്ങളുടെ അമ്മാവന്റെയും അമ്മയുടെയും ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ നിർബന്ധിക്കാനും വെറും ഒരു യന്ത്രമല്ല എന്റെ ചേച്ചിയുടെ ജീവിതം. അങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിവരമില്ലായ്മയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരവും മനോഹരവുമായ ഒരു സന്തോഷ നിമിഷത്തിലൂടെയാ ഇപ്പൊ എന്റെ ചേച്ചി കടന്നു പോകുന്നത്. നിങ്ങളുടെ കുഞ്ഞിനെ ചേച്ചിയുടെ വയറ്റിൽ ചേച്ചി ചുമക്കുന്നുണ്ട്. അത് വലിയൊരു കർമ്മമാണ്. സന്തോഷവും സമാധാനവും വേണ്ടുവോളും കിട്ടേണ്ട സമയം. ആ സമയം നിങ്ങൾ അടുത്തില്ലെങ്കിൽ ഫോണിലൂടെ എങ്കിലും ഒരു ആശ്വാസവാക്ക് പറയേണ്ടതാണ്. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളുടെ അമ്മയെയും അമ്മാവനെയും കൊണ്ട് എന്റെ ചേച്ചിയെ ദ്രോഹിക്കുന്നു, മാനസികമായി പീഡിപ്പിക്കുന്നു. ഒരിക്കലുണ്ടായ കുഞ്ഞിനെ ഇല്ലാതാക്കിയതിന് പിന്നിലും നിങ്ങളുടെ എല്ലാവരുടെയും കൈകൾ അതിനായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാനിപ്പോ സംശയിക്കുന്നു. എന്തായാലും കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കയല്ലേ? ഞാനും ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുന്നെ. എന്തായാലും ബന്ധം വേർപെടുത്തണോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിക്കട്ടെ. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭം അലസിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കുന്നത് 10 വർഷം അകത്ത് കിടക്കേണ്ട കുറ്റമാണ്. വകുപ്പ് 90. അമ്മയും അമ്മാവനും മകനും ഒക്കെ അകത്ത് പോവേണ്ടി വരും. ആലോചിച്ച് തീരുമാനിക്ക്. ഇനിയുള്ള ജീവിതം ജയിലിനകത്ത് കിടക്കണോ അതോ സ്വസ്ഥവും സുന്ദരവുമായ ഒരു ജീവിതം ഒരല്ലലും ഇല്ലാതെ ജീവിച്ചു തീർക്കണോ എന്ന്. പറഞ്ഞതെല്ലാം കേട്ടല്ലോ. ചെയ്തതും ചെയ്യിപ്പിച്ചതും ഒക്കെ ഒളിപ്പിച്ചു വെച്ച് ജീവിക്കണോ, എല്ലാം കോടതിക്ക് മുന്നിൽ ഏറ്റു പറഞ്ഞ് കിട്ടാവുന്ന ശിക്ഷയും വാങ്ങി ജീവിക്കണമെന്ന് ആലോചിച്ച് തീരുമാനിക്കേ. നീ എന്താ ഭീഷണിപ്പെടുത്തുകയാണോ? ഭീഷണിയിലെ നിങ്ങളൊക്കെ അടങ്ങൂ എന്നുണ്ടെങ്കിൽ അതിനും തയ്യാറായി തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. എനിക്കെന്റെ ചേച്ചിയെ കിട്ടുന്നത് മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നാ. ചേച്ചി അവിടെ എങ്ങനെ എത്തി എന്നത് കോടതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമായിരിക്കും.
കാരണം ചെയ്ത് കൂട്ടിയതെല്ലാം നിങ്ങളാണ്. ഇത്രയും പ്രായമായതല്ലേ, പെങ്ങള് കാണിച്ചു കൂട്ടുന്ന എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടു നിൽക്കാതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കേ. എന്നിട്ട് സ്വയം ഒന്ന് നന്നാവാൻ ശ്രമിക്കേ. ഇല്ലെങ്കി ഇവിടുന്ന് പണിക്കുറ്റം തീർന്ന് മുകളിലേക്ക് ചെല്ലുമ്പോഴേ പശ്ചാത്താപം തോന്നും. ജനിച്ച് ജീവിച്ച് മരിച്ച ജന്മത്തോട് വല്ലാത്ത പുച്ഛവും. ഡീ, എന്റെ വീട്ടിനകത്ത് വന്നിട്ട് എന്റെ അങ്ങളെ ചീത്ത പറയുന്നോ? ദേ, ഒരവസാന ശ്രമം നടത്തി നോക്കുന്നതാ. നന്നാവാൻ പറ്റുമെങ്കിൽ നന്നാവ്. ഇല്ലെങ്കിൽ നാണം കെട്ട് നശിച്ചൊടുങ്ങി തീരും രണ്ട് പാഴ്ജന്മങ്ങളും. കോടതിയിലേക്ക് കേസ് എത്തിച്ച സ്ഥിതിക്ക്, അവനവന്റെ കുഴി സ്വയം തോണ്ടിയ സ്ഥിതിക്ക് ഇനിയെല്ലാം വരുന്നത് പോലെ വരട്ടെ. അവസാനകാലം ഹരിനാമ കീർത്തനവും ചൊല്ലി ജയിലിനകത്ത് കഴിയാനാണ് ആങ്ങളയ്ക്കും പെങ്ങൾക്കും യോഗമെങ്കിൽ തടയാൻ പറ്റില്ലല്ലോ. അനുഭവിച്ച് തീർക്കുക തന്നെ. വരട്ടെ. സന്തോഷമായിട്ടിരിക്കെ. കോടതി മുറ്റത്ത് വെച്ച് കാണാം. വിജയലക്ഷ്മി, വക്കീലിനെ ഒന്ന് വിശദമായി കണ്ട് സംസാരിക്കണം. അവൾ ഈ പറഞ്ഞ വകുപ്പുകളൊക്കെ ഉള്ളതാണോ എന്നൊന്ന് അന്വേഷിക്കണം. തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ, വിജയലക്ഷ്മി ആയിപ്പോയില്ലേ. ഞങ്ങള് ഗുരുവായൂർ കേശവന്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞില്ലേ? അതിനുശേഷം സത്യാമ്മ ഞങ്ങളോട് ഗുരുവായൂർ കേശവന്റെ കഥ പറഞ്ഞു തന്നത്. എന്നിട്ട് കഥ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഉഗ്രൻ കഥയായിരുന്നു. പിന്നെ ഞങ്ങള് പാർക്കിൽ പോയി. ഞാനും സത്യം അച്ഛനും കൂടിയാ പോയെ. അവിടെ സത്യാമ്മയൊന്നും കൊണ്ടുപോയില്ലേ? അവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. പിന്നെന്തിനാ സത്യാമ്മ അച്ഛനെയൊക്കെ കൊണ്ടുവന്നേ? അപ്പൊ നിന്റെ ഈ അച്ഛനെ കൊണ്ടുപോയതോ? അച്ഛനങ്ങൾക്ക് കൂട്ടിന് വന്നതല്ലേ, അല്ലാതെ കളിക്കാൻ വന്നതല്ലോ. അച്ഛനും ഇപ്പൊ പിള്ളേരെ പോലെയാ. എപ്പോ നോക്കിയാലും ഗെയിം കളിയും റീൽസും ഒക്കെയാ. ഒന്നും അറിയണ്ടല്ലോ. 24 മണിക്കൂർ ഇങ്ങനെ മൊബൈലും പിടിച്ചിരുന്നാ മതിയല്ലോ. ദേ, കണ്ടില്ലേ എന്ത് ശ്രദ്ധയോടാ കളിക്കുന്നെന്ന്. നിനക്കിപ്പോ എന്താ വേണ്ടേ? അല്ല വേറെ ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ എന്റെ മേലെ ഗുരു കയറാൻ വരുന്നേ?